നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണയ്ക്ക് നേരെ ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് നെഞ്ചും വിരിച്ചു നിന്ന് പാർട്ടി പറയുന്നു. അപ്പുറത്തോ ചോദ്യം ചെയ്യലിന് നോട്ടീസ് കിട്ടും മുൻപ് കരഞ്ഞു നിലവിളിച്ച് വീണ കർണാടക ഹൈക്കോടതിയിലും. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കാമോ എന്നാണ് ട്രോള് വരുന്നത്. വീണയെ ചോദ്യം ചെയ്യലിന് ഉടൻ വിളിപ്പിക്കുമെന്ന് ബോധ്യപ്പെട്ടതോടെ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. SFIO, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കി നൽകിയ ഹർജി കോടതി ഉടൻ പരിഗണിച്ചേക്കും. ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് CPM പുറമെ നിലപാടെടുക്കുമ്പോഴാണ് അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വീണയുടെ കമ്പനിയുടെ ഹർജി. KSIDC നൽകിയ സമാന ഹർജി കേരള ഹൈക്കോടതി അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കർണാടകയിൽ ഹർജി നൽകിയത്. തന്റെ ഭാര്യയുടെ വിരമിക്കൽ ആനുകൂല്യം ഉപയോഗിച്ചാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ തെളിവുകളുമായി കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് രംഗത്തെത്തി. എക്സാലോജി കമ്പനിയുടെ 2021-22 ബാലൻസ് ഷീറ്റിൽ ഓഹരി മൂലധനമായി കാണിച്ചിരിക്കുന്നത് 10,000 രൂപയുടെ 10 ഓഹരികളിലായി 1 ലക്ഷം രൂപയാണ്. വീണ മാത്രമാണ് ഷെയർ ഹോൾഡർ. ഇതുകൂടാതെ 78.47 ലക്ഷം രൂപ ഏക ഡയറക്ടറായ വീണയിൽ നിന്ന് ദീർഘകാല വായ്പയായി കമ്പനിക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അമ്മയുടെ വിരമിക്കൽ ആനുകൂല്യത്തിൽ നിന്ന് നൽകിയതാണ് ഈ തുകയെങ്കിൽ കൈമാറിയതിനുള്ള ബാങ്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരും. പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയത് കുടുംബത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. ഇതിന്റെ അലോസരങ്ങൾ തായ്ക്കണ്ടി കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കേസിൽ കോടതിയിൽ നിന്നും ആശ്വാസം തേടുന്നത്. ഏതായാലും വീണയുടെ ഹർജിയെ കേന്ദ്ര സർക്കാർ അതിശക്തമായി എതിർക്കും. CMRL എക്സാലോജിക് പണമിടപാട് അന്വേഷിക്കാൻ ജനുവരി 31-നാണ് SFIO അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ CMRL ഓഫീസിലും ഓഹരി പങ്കാളിയായ KSIDCയുടെ ഓഫീസിലും എത്തിയ സംഘം അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ പിടിച്ചെടുത്തിരുന്നു. എക്സാലോജിക്കാണ് ഈ പരിശോധന നടത്തേണ്ടത്. ഈ സാഹചര്യത്തിലാണ് കർണാടകയിലെ ഹർജി. കമ്പനി രജിസ്റ്റർ ചെയ്തത് കേരളത്തിലെ അഡ്രസ്സിലാണെങ്കിലും ബംഗളൂരുവിലായിരുന്നു എക്സാലോജിക്കിന്റെ പ്രവർത്തനം. അതുകൊണ്ടാണ് കർണാടകയിൽ ഹർജി നൽകിയത്. ബംഗളൂരുവിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനി 2022-ൽ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതിനാൽ ഏക ഡയറക്ടറായ വീണയുടെ പക്കൽ നിന്ന് മാത്രമേ ആവശ്യമായ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. ഇതിനുള്ള നീക്കം തുടങ്ങിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. അഡ്വക്കേറ്റ് മനു പ്രഭാകർ കുൽക്കർണി വഴിയാണ് ഹർജി. സ്റ്റേ ആവശ്യമുന്നയിച്ച് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയ KSIDCയോട് രേഖകൾ നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ലെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. ഈ ഹർജി 12-ന് വീണ്ടും പരിഗണിക്കും. CMRL കമ്പനിയിൽ 1.05 കോടി രൂപയുടെ ഓഹരി പങ്കാളിത്തമാണ് KSIDCക്കുള്ളത്. എന്നാൽ SFIO അന്വേഷണത്തിനെതിരെ 2 ദിവസം കേസ് നടത്തിയതിന് മാത്രം KSIDCക്ക് ചെലവ് 1/2 കോടി രൂപയാണ്. സിറ്റിംഗിന് 25 ലക്ഷം രൂപ വാങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷകനാണ് 2 സിറ്റിംഗിലും KSIDCക്ക് വേണ്ടി ഹാജരായത്.